പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്ക് കപ്പം കൊടുത്തതിന്റെ തെളിവുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറഞ്ഞു? നോ ഇമോഷണൽ ആലോചിച്ചു നോക്കൂ. നരേന്ദ്രമോദിക്ക് നിർത്ത് താങ്കൾ പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്ക് കപ്പം കൊടുത്തതിന്റെ തെളിവുണ്ടെങ്കിൽ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. സുരേഷ് കുമാറിന്റെ വിശ്വാസം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും ഒരു പറഞ്ഞു ഞങ്ങൾ തിരുത്തി മുന്നേറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും തിരുത്തി മുന്നേറും എന്ന് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും തിരുത്തി മുന്നേറും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു കാര്യം ഇപ്പോൾ ഈ മാതിരി തെമ്മാടിത്തരവും തിണ്ണമെടുക്കും കാണിച്ചിട്ടല്ല ഇവര് നിലനിൽക്കേണ്ടത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പക്ഷെ ഇവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇവര് തിരുത്തി മുന്നേറും എന്നൊക്കെ ഒരറ്റത്തോടെ പറയും. ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നതല്ല. തെമ്മാടിത്തരം എന്ന വാക്കിനെ നിഷ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടേ? നിഷ തെമ്മാടിത്തരം എന്ന വാക്കിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു പോകുന്നില്ല. എന്തെങ്കിലും തെമ്മാടിത്തരം എന്ന് ജിൻഡോ പറഞ്ഞ വാക്കിനെ നിഷ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇത് അല്ലല്ല, അത് നിങ്ങളുടെ ഫ്ലോറിൽ, മനോരമയുടെ ഫ്ലോറിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഔദ്യോഗിക ഭാഷയാണ്. ഞാൻ പറയാം, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോയപ്പോൾ കരിങ്കൊടി വീശിയ ചെറുപ്പക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഇറങ്ങി തല്ലി ചതച്ചത് അതിന്റെ പേര് തെമ്മാടിത്തരം എന്ന് തന്നെയാണ് ശ്രീ സുരേഷ് കുമാർ. അത് മനസ്സിലാക്കാനുള്ള വിവരം ചിലതൊക്കെ അങ്ങനെ പറയേണ്ടി വരും. തെമ്മാടിത്തരം എന്ന വാക്ക് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിഷ കൂടെ സാഹചര്യത്തിലാണ് ഞാനിത് പറഞ്ഞത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷമുണ്ട്. ഇപ്പോ ഈ മനോരമ ന്യൂസിന്റെ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളെയാണ്, മനോരമ ന്യൂസിന്റെ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ദൃശ്യങ്ങളുണ്ടല്ലോ, ഈ കുട്ടികളെ ഗൺമാൻമാർ ഇറങ്ങി അവർക്ക് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ലാത്തി കൊണ്ട് തല്ലി ചതച്ചത്, സമരം ചെയ്തതിന്, പ്രതിഷേധിച്ചതിന് ആ അസഹിഷ്ണുതയുണ്ടല്ലോ, ഇടതുപക്ഷം എന്ന പേരിന് പോലും ചേരാത്ത ആ അസഹിഷ്ണുത, അതിനെയൊക്കെ തെമ്മാടിത്തരം എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. കുറെ കൂടി ജനാധിപത്യ ബോധത്തോടുകൂടി, കുറെ കൂടി പൗരബോധത്തിനും പൗരാവകാശങ്ങൾക്കും വില കൊടുത്തുകൊണ്ട്, മനുഷ്യാന്തസ്സിന് വില കൊടുത്തുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കരിങ്കൊടി വീശിയ ചെറുപ്പക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഇറങ്ങി തല്ലി ചതച്ചത് അതിന്റെ പേര് തെമ്മാടിത്തരം എന്ന് തന്നെയാണ് ശ്രീ സുരേഷ് കുമാർ. ചിലതൊക്കെ അങ്ങനെ പറയേണ്ടി വരും. പൗരബോധമുള്ള ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. മനസ്സിലായില്ലേ? എന്ത് സമരം വേണമെങ്കിലും ചെയ്തോ, എന്തുവേലും ചെയ്തോ, മനുഷ്യന്മാരെ ആക്രമിക്കാതിരുന്നാൽ മാത്രം മതി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വില കൊടുക്കാത്ത രീതിയിലുള്ള വൃത്തികെട്ട ന്യായീകരണമാണ് CPM-നെ LDF-നെ ഇതുപോലെ തകർച്ചയിലേക്ക് വിട്ടത്. ഞങ്ങളുടെ അധ്വാനം, ഞങ്ങളുടെ കഷ്ടപ്പാട്, ഞങ്ങളുടെ പ്രയാസം, പോരാട്ടം, അതിനേക്കാൾ അപ്പുറം നിങ്ങളാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ സംഭാവന നൽകിയതെന്നുള്ള തിരിച്ചറിവ് ഇനിയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് തിരുത്തിയാലും, നിങ്ങൾ എവിടേക്ക് ഇറങ്ങിയാലും ഒരു കാര്യമില്ല, കുറെ അക്രമം നടത്താമെന്നല്ലാതെ. പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്ക് കപ്പം കൊടുത്തതിന്റെ തെളിവുണ്ടെങ്കിൽ ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.